And is your front seat we have. My name is Mukesh. In the sense that maybe You can just, I mean, just one will buy, not നമ്മളങ്ങനെ തിരിച്ച് 10 പോവുകയാണ്. packets of rubbish. ക്ഷേത്രത്തിൻ്റെ കഴിഞ്ഞ്. And is your the front seat we have. For Josh off back to our destination, Hyderabad, after a good weekend. Hey Junu, do you like it? Do you approve of Hyderabad weekend? No, he's not happy, he's not pleased. ഇത് നമ്മളിന്ന് ലോണാവലയിൽ നിന്ന് പൂനെയിലേക്ക് പോവുകയാണ്. അപ്പം പൂനെയിലേക്ക് പോകുമ്പോൾ ഉള്ള കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ ഈ ലോണാവലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളതെന്ന് വെച്ചാൽ ഹിസ്റ്റോറിക്കൽ ഫോർട്ട്സ് ഉണ്ട്, അതുപോലെ കുറേ കേവ്സ് നമുക്ക് കാണാനുണ്ട്, അതുപോലെ കുറേ മലനിരകൾ, അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ഫഡ്ജ് ഡെസ്റ്റിനേഷൻ ഉണ്ട് കേട്ടോ. അവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ചോക്ലേറ്റ് ഫഡ്ജ് നമുക്ക് മേടിക്കാനായിട്ട് ഞങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ ഒരു പാക്കറ്റ്. അപ്പോൾ നിങ്ങൾ ലോണാവലയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾ മേടിച്ചത് ഹേസൽനട്ട് എന്ന് പറയുന്ന ഒരു ഹേസൽനട്ട് ചോക്ലേറ്റ് ഫഡ്ജ് ആണ് ഞങ്ങൾ മേടിച്ചത്. നല്ലതായിരുന്നു കേട്ടോ. അതാണ് ഏറ്റവും എല്ലാവരും റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളത്. പേപ്പർ വെച്ചിട്ട് ബാഗ് ഉണ്ടാക്കിയില്ലേ. We got a small channel, so you can. This is school for mentally challenged students over here in Lonavala, known as Samvad Shala. I mean, they teach the children over there how to make all these products. Okay. And they get some money also out of it. At the same time, they don't even need to ask for donations and all that. And lot many things they teach them over there. What is the name of the Samvad Shala. Samvad Shala? Okay. Thank you. It's run by an industrialist woman on her own and without any government help. Great. Thank you. Your good name? My name is Mubashir. Sorry? Mubashir. Mubashir. Yeah. Nice to meet you. And Sam. Based in Mumbai. No, we have come from Hyderabad. Actually, all the way. There was an event in Shivaji. അപ്പോൾ ഇനി പൂനെയിലേക്ക് പോകുന്നുള്ള വഴിയിലാണ് കണ്ടാള എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പോയിന്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതൊരു മഴ സീസണിൽ നിങ്ങൾ വന്നായിരുന്നെങ്കിൽ ഇത് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടാള എന്ന് പറയുന്നത് ഇത് ഫേമസ് ആയിട്ടുള്ളത് റോക്ക് ഫോർമേഷനാണ്. അതുപോലെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ ദൂരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു മഴ സീസണിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഇത് അടിപൊളിയാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇവിടുത്തെ ലയൺസ് പോയിന്റ്, ഡ്യൂക്സ് നോക്സ്, രാജ്മാച്ചി ഫോർട്ട്, അതുപോലെ ശിങ്ക്രോബ ടെമ്പിൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണേ. അതുപോലെ ഈ ലോണാവലയും കണ്ടാല എന്ന് പറയുന്നത് ട്വിൻ ഹിൽ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നതാണ് രാജ്മാച്ചി പോയിന്റ്. രാജ്മാച്ചി പോയിന്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നേരത്തെയുള്ള വീഡിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിലേക്കൂടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. അതിങ്ങനെ ഈ മലനിരകൾക്കിടയിലൂടെ ആ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നത്. ഇത് പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേ ആണേ. ഇനി അടുത്ത് നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവുകയാണ്. അടുത്ത മങ്കി പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് മങ്കി പോയിന്റ്. മങ്കി പോയിന്റ് എന്നുള്ള പേര് വന്നത് ഇവിടെ ഒത്തിരി മങ്കി ഉണ്ടെന്നാണ്. പക്ഷേ ഞാനതൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ കണ്ടാല വെച്ച് നമ്മൾ കണ്ടില്ലേ, കണ്ടാല പോയിന്റ് ആണെന്ന് പറഞ്ഞാൽ പോയിന്റ് വെച്ച് നമ്മൾ കണ്ട ആ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കണ്ടാല ലേക്കിലേക്ക് വന്നിരിക്കുന്നുണ്ട്. നമുക്കൊരു ഇൻ്റർവൽ എടുക്കാം അല്ലേ, ഒരു കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടാവാം. നെക്സ്റ്റ് അപ്പോൾ ഇനി ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണേ. അങ്ങനെ പാട്ടിൽവാട എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ എത്തിയത്. അയ്യോ ഇതല്ലേ, വേറെ ഇംഗ്ലീഷ് ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലേ? അയ്യോ ഇതിനകത്ത് ഞാൻ എന്താ ഓർഡർ ചെയ്യാൻ?
പറയൂ. ഇത് ബാജറ. ഇത് ബാജറ റൊട്ടി. ഇത് ജോയ്. ചിക്കൻ കറിയും മട്ടൻ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒറ്റ മനുഷ്യരില്ലായിരുന്നു കേട്ടോ. അപ്പം അത് ഞങ്ങൾക്ക് വലിയൊരു പേടിയാണ്. ഇതെന്ത് ഇവിടെ ആരും ഇല്ലാത്ത ഇത്രയും സമയമായി 2 മണിയായി കേട്ടോ ടൈം. എന്നിട്ട് ഇവിടെ ആരും ഇല്ല. എന്നാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ചിക്കി എന്ന് പറയുന്ന ഒരു സാധനം ഫേമസ് ആണ്. അതായത് നമ്മുടെ കപ്പലണ്ടി മിഠായി ഇല്ലേ, അത് തന്നെയാണ് സാധനം. അപ്പോൾ അത് ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ഇറങ്ങുമ്പം ചിക്കി വാങ്ങിക്കാൻ മറക്കണ്ട കേട്ടോ. Good outing. ബൈ ബൈ. See you. Jonathan, bye. അങ്ങനെ ഇവര് ഹൈദരാബാദിലേക്ക് പോവാല്ലേ. ഫ്ലൈങ് കേസ് കൊടുക്കുവാണോ ജോനു? ഫ്ലൈങ് കേസ്. ഫ്ലൈങ് കേസ് പഠിച്ചവൻ. അതാ ഞാൻ പുതിയത് പഠിച്ചവൻ. അങ്ങനെ ആൻറ്റേഴ്സിനും ഫ്രേഗ്രൻസും നമ്മളുടെ യാത്ര പറഞ്ഞു. അവർ വീണ്ടും ഹൈദരാബാദിലേക്ക് തിരിച്ചുപോയി. അവരിവിടേക്ക് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതല്ല നല്ലത്, നിങ്ങളും ബോറടിച്ചില്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.